റെഡിയാണോ? റെഡിയാ? ചോന്നലായിട്ട് കത്തിയില്ലല്ലോ. ഞങ്ങളിവിടെ ഹണീബി പടത്തിന്റെ ഫോട്ടോഷൂട്ടിലാണ്. ഹണീബി എന്നാണ് ചിത്രത്തിന്റെ പേര്. ഹണീബി എന്നാണ്. ഈ ഹണീബി സൈലൻസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യം ഇത് കാണുമ്പോൾ മനസ്സിലാവും സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോഷൂട്ടാണ്. ശരിക്കും ഇതാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. ആകെ ബഹളം. നമ്മൾ ശരിക്കും വി ആർ ഹാവിങ് കംപ്ലീറ്റ് ഫൺ. ഹണീബി എന്ന സിനിമയിൽ ആംബ്രോസ് എന്നൊരു കഥാപാത്രം ചെയ്യുന്നു. ടിപ്പിക്കൽ ഫോട്ടോ വെച്ച് പയ്യനായിട്ടുള്ള ഒരു യുവ പയ്യൻ. അതുകൊണ്ടാണ് ഈ മുടിയും താടിയും കൂടുതൽ പച്ച ട്രൗസറും. ഹായ്, എൻ്റെ പേര് അബു എന്നാണ് ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര്. പിന്നെ ഈ നല്ലോണം ശബ്ദം ഉണ്ടാക്കുന്ന ആൾ ആസിഫ് അലിയാണ് പുറകെ കിടന്ന്. മച്ചാൻ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഈ സിനിമയിൽ ചെയ്യുന്നത്. ഫോട്ടോഷൂട്ടിലാണ് എല്ലാവരും. ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ് ഇവിടെ. എന്താ പറയുക, വളരെ സന്തോഷമുണ്ട് ഇതുപോലത്തെ ഒരു പ്രോജക്റ്റിൽ. ആസിഫ് അലി ക്യാരക്ടറിന്റെ പേര് അത് എന്റെ ക്യാരക്ടറിന്റെ പേരാ. ഇവിടെ കഥയൊക്കെ മാറ്റുന്ന എന്റെ ക്യാരക്ടർ ഏഞ്ചൽ. ഞാനാ സോറി ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞേക്കണം കേട്ടോ. ഫെർണാണ്ടോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരു 3-4 വയസ്സൊക്കെ കുറഞ്ഞ പോലെ തോന്നുന്നു. എന്തായാലും ഈ ചിത്രം വളരെ രസമായിരിക്കും. നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിലുള്ള നല്ലൊരു ഹ്യൂമറെല്ലാമുള്ള ഒരു സിനിമ. പിന്നെ ലാലേട്ടൻ്റെ മകനായതുകൊണ്ട് പറയാമല്ല, ജീൻ വളരെയധികം ഇതിൻ്റെ കഥ പറയാൻ വന്നപ്പോൾ തന്നെ ജീൻ ഇതിനെക്കുറിച്ച് വളരെയധികം പഠിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. ഇതിന്റെ ഡയറക്ടർ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാൽചേട്ടൻ്റെ മോനാണ്. ജീൻ എന്നാണ് പേര്. ജീൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്നെ പറ്റി നന്നായി പൊക്കി പറയാനാണ്. അപ്പം ഞാൻ പറയാൻ ഉർവശി തിയേറ്ററിന്റെ പ്രധാന നടനും സംവിധായകനും ഒക്കെയാണ് ജീൻ. ജീൻ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ജീൻ പിന്നെ നല്ലോണം പഠിക്കുമായിരുന്നു. ജീന് നല്ല നീട്ടുള്ള മുടിയും താടിയൊക്കെയാണ്. നല്ല രസം. ഇത്ര ഗുഡ് ലുക്കിംഗ് ആണ്. അതെ, വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. അതെ, ഇവർ രണ്ടും ജസ്റ്റ് ഫ്രണ്ട്സ്. എൻ്റെ പേര് ലാൽ ജൂനിയർ, അത് ജീൻ പോൾ ലാൽ. ഞാനാണ് ഈ പടത്തിൻ്റെ ഡയറക്ടർ. എൻ്റെ ഫസ്റ്റ് ഫിലിമാണ്. ഈ പടത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എല്ലാവരും തന്നെ എൻ്റെ ഫ്രണ്ട്സാണ്. ആസിഫായാലും ഭാവനായാലും ശ്രീനാഥായാലും ബാലു എൻ്റെ ബ്രദറാണ്. ബാബുവേട്ടനാണേലും വലിയ മനുഷ്യനാണെങ്കിലും വളരെ ചെറിയ മനസ്സുള്ള ഞങ്ങളുടെയൊക്കെ കൂടെ അലച്ച് നടക്കുന്ന പിള്ളേരാണ്. അപ്പോൾ നമ്മളിത് എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ അറിയാം, നല്ല സിനിമകൾ എപ്പോഴും ഉണ്ടാകുന്നത് നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പം അങ്ങനെ നമ്മൾ വൈകുന്നേരം എല്ലാവരും ഞങ്ങളങ്ങനെ വൈകുന്നേരം കൂടുമ്പോഴും അങ്ങനെ ഞങ്ങളുടെ ഡിസ്കഷനും രാവിലെ കൂടുമ്പോഴും പിന്നെ ഉച്ചയ്ക്ക് കൂടുമ്പോഴും ചില ഫുൾ ഡേയ്സും. പിന്നെ ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്രയും താടി വെക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് അത്രയും താടിയില്ല. അപ്പം അങ്ങനെ ഒരു ടീം വർക്ക് എന്നുണ്ടായ ഒരു സിനിമയാണ് ഇത്. ആസിഫ് അലി, ഭാവന, അർച്ചന കവി, ബാസി, ശ്രീജിത്ത്, അങ്ങനെ വലിയൊരു താരനിര തന്നെയുണ്ട്. കൂടാതെ നമ്മുടെ ലാലേട്ടൻ്റെ കൂടെ സിദ്ദിഖ്, സുരേഷ് കൃഷ്ണ, അങ്ങനെ മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും നടിമാരും അഭിനയിക്കുന്ന ഒരു രസകരമായൊരു ചിത്രം. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ലൊക്കേഷൻ വന്നപ്പോൾ എനിക്ക് സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെയൊക്കെ ലൊക്കേഷനിൽ കണ്ട ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ പിള്ളേരുടെ കൂടെ പിള്ളേരെ അണിയിച്ചൊരുക്കുന്ന എല്ലാവരും ഇതിനകത്ത് കണ്ടില്ലേ എല്ലാം ഈ പറയുന്ന ഈ കുട്ടികളിലുള്ള പിള്ളേരുടെ കൂടെ അവരുടെ കൂട്ടത്തിലൊരാളായിട്ട് ഫെർണാണ്ടോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഉണ്ടല്ലോ, ഒറ്റ ഫാമിലിയാണല്ലോ ഇവിടെ വർക്ക്. അപ്പോൾ ഇതുപോലത്തെ ഒരു എന്താ പറയുക ഒരു പ്രോജക്റ്റിൽ ഇത്രയും സന്തോഷവും സ്നേഹമുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യാൻ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഈ സിനിമയും അധികം പ്രായമൊന്നുമില്ലാത്ത ജീനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ആണ് ഇതിൻ്റെ അണിയറി പ്രവർത്തിക്കുന്നത്. ഇത് മലയാളത്തിലൊരു നല്ലൊരു ചേഞ്ചായിരിക്കും ഈ സിനിമ നൽകുന്നത് എന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പ്രോജക്റ്റാണ്. എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്. ഒരുപാട് പേർക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്നൊക്കെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പ്രഷറുണ്ട്. 100% എഫേർട്ട് എൻ്റെ കയ്യിലുണ്ടാവും. എല്ലാം നന്നായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നല്ല മനോഹരമായ ചിത്രമായിരിക്കും. ഇനി വേറൊന്നും എനിക്ക് പറയാനില്ല. കുറച്ച് Okay, you guys have fun.
ചെക്ക് ദിസ് ഔട്ട്. കട്ടി